ഹായ് ഹലോ അസ്സാം വലൈക്കും. എല്ലാവർക്കും ജാഫിഷ് കിച്ചണിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ അന്നൊരു മോർണിംഗ് വ്ളോഗായിട്ടാണ് വന്നിട്ടുള്ളത്. ഒരു 6:30 മുതൽ 8:30 വരെയുള്ള കുക്കിംഗ് വീഡിയോസായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഞാൻ ചോറ് അരി അടുപ്പത്തിട്ടുണ്ട്, അതേപോലെ ചായയൊക്കെ റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ ചായ റെഡിയാകുന്നത് ഞാൻ സ്റ്റൗവിൽ നിന്ന് മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ മീൻ ഉണ്ടായിരുന്നു, മീൻ കൊടുന്ന് വെച്ചിട്ടുണ്ടായിരുന്നു തലേദിവസം രാത്രി. അപ്പോൾ അതൊന്ന് ഐസ് വിടാൻ വേണ്ടിയിട്ട് അതിലേക്ക് കുറച്ച് കല്ലുപ്പിട്ട് വെക്കുന്നുണ്ട്, എന്നാൽ പെട്ടെന്ന് ഐസ് വിടും. അപ്പോൾ അതിന് വേണ്ടി കല്ലുപ്പിട്ടൊക്കെ മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ചോറൊക്കെ തിളയ്ക്കാനായിട്ടുണ്ട്. അപ്പോൾ റൈസ് കുക്കർ റെഡിയാക്കി വെക്കുകയാണ്. അതിൻ്റെ വാഷർ പോയിട്ടുണ്ട്. അപ്പോൾ ഞാനൊരു സ്റ്റീലിൻ്റെ ഒരു പ്ലേറ്റാണ് അതിൻ്റെ ഉള്ളിൽ വെച്ചിട്ടുള്ളത്. വാഷർ പോയാൽ നമുക്ക് ചെറിയ പ്ലേറ്റ് വെച്ച് കൊടുത്താൽ മതി. പിന്നെ ചോറൊക്കെ തിളച്ച് വന്നപ്പോൾ ഞാൻ അതിലേക്ക് ഇറക്കി വെച്ചിട്ടുണ്ട്. ഇനി ഒരു 1.5 മണിക്കൂർ ആകുമ്പോഴത്തേന് അരിയൊക്കെ വെന്ത് വരും. പിന്നെ അപ്പോൾ ഞാൻ പരിപ്പൊക്കെ ഒന്ന് എടുത്ത് വെച്ചിട്ടുണ്ട്. പരിപ്പും പടലങ്ങയും ഇട്ടിട്ട് കറി വെക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിലേക്ക് കുറച്ച് വെളുത്തുള്ളി ഇട്ടിട്ട് പരിപ്പൊക്കെ നന്നായിട്ട് കഴുകി എടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് കുറച്ച് കായത്തിൻ്റെ പൊടി ഇട്ട് കൊടുക്കുന്നത്, അല്ലെങ്കിൽ കായം കട്ട ഉണ്ടാവില്ല, കട്ട ഉണ്ടെങ്കിൽ അതിൻ്റെ ഒരു കഷ്ണം ഇട്ട് കൊടുത്താൽ മതി. ഞാനിപ്പോൾ ഇതിൽ പൊടിയാണ് ഇട്ടിട്ടുള്ളത്. ഇനി നമുക്ക് പരിപ്പും പടലങ്ങയും വേവാനുള്ള ആവശ്യത്തിലുള്ള വെള്ളം അതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. ഇനി നമുക്ക് പടലങ്ങന്ന് കട്ട് ചെയ്തെടുക്കണം. പടവലം, വെണ്ടയ്ക്ക, തക്കാളി ഇട്ടിട്ടാണ് കറി വെക്കുന്നത്. അപ്പോൾ പടവലവും തക്കാളിയും കട്ട് ചെയ്ത് പരിപ്പിൻ്റെ കൂടെ വേവിച്ചെടുക്കേണ്ട. ഒറ്റ വിസിലടിച്ചാൽ മതി, കൂടുതൽ വേവിക്കേണ്ട ആവശ്യമില്ല. പടവലൊക്കെ ഒറ്റ വിസിലിന് വേവും. അപ്പോൾ ടൈമില്ലാത്തതുകൊണ്ട് ഞാൻ കുക്കറിൽ വെക്കുന്നത്, അല്ലെങ്കിൽ നമുക്ക് മൺചട്ടിയിൽ വെച്ചാൽ മതി. പിന്നെ എന്നിട്ട് അത് വെച്ചിട്ട് അതിലേക്ക് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പച്ചമുളക് വേണമെങ്കിൽ അത് ആഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ മുളക് പൊടിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഞാൻ ആവശ്യത്തിലുള്ള വെള്ളം കൂടി ഒഴിച്ചിട്ട്, അത് വേവാനുള്ള വെള്ളം കൂടി ഒഴിച്ചിട്ട് ഞാനൊന്ന് വേവിക്കാൻ വെച്ചിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് കുറച്ച് വെണ്ടയ്ക്ക ഉണ്ട്, കറിക്കുള്ള വെണ്ടയല്ല, ഇത് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കാം. വെണ്ടയ്ക്കൊക്കെ കഴുകി വൃത്തിയാക്കി വെച്ചതാണ്. അപ്പോൾ വെണ്ടയ്ക്കൊക്കെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് ആവശ്യത്തിലുള്ള ഉപ്പ്, മുളക് പൊടി, മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. കാശ്മീരി ചില്ലി പൗഡറാണ് ആഡ് ചെയ്തിട്ടുള്ളത്. ഇനി അതിലേക്ക് ഞാൻ കുറച്ച് ജീരകത്തിൻ്റെ പൊടിയും കൂടി ആഡ് ചെയ്യുന്നുണ്ട്. ചെറിയ ജീരകത്തിൻ്റെ പൊടിയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. നല്ലപോലെ മിക്സ് ആക്കിയതിന് ശേഷം ഒരു 10 മിനിറ്റ് മാറ്റി വെച്ചാൽ മതി. രാവിലെ നമുക്ക് ടൈമൊന്നും ഉണ്ടാവില്ല, എല്ലാ ടൈമിലും മാറ്റി വെക്കാം. നമ്മുടെ കുക്കറൊക്കെ വിസിൽ പരിപ്പും പടവലങ്ങയൊക്കെ വെന്ത് കഴിഞ്ഞപ്പോൾ ഞാൻ അത് സ്റ്റൗവിൽ നിന്ന് മാറ്റിയിട്ട് ഒരു പാൻ എടുപ്പത്ത് വെച്ച് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചെടുത്ത് കറിവേപ്പില ഇട്ടെടുത്തിട്ട് നമ്മൾ മസാല തേച്ച് വെച്ച വെണ്ടയ്ക്കയും കൂടി അതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്ത് വെണ്ടങ്ങി നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഞാൻ ഡീപ്പ് ഫ്രൈ എന്നല്ല ചെയ്യുന്നത്, ഷാലോ ഫ്രൈ ആണ് ചെയ്യുന്നത്. അപ്പോൾ കുറച്ച് എണ്ണ ഒഴിച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ വെണ്ടയ്ക്ക അവിടെ ഒരു ഭാഗത്ത് ഇങ്ങനെ ചെറിയ സിമ്പിളിട്ടിട്ട് ഇങ്ങനെ ഫ്രൈ ചെയ്തെടുക്കണം. ആ സമയത്ത് ഇപ്പോൾ മീനൊക്കെ പിന്നെ ഐസൊക്കെ വിട്ട് വന്നിട്ടുണ്ടെങ്കിൽ നല്ലപോലെ കഴുകിയെടുക്കണം മീൻ. അപ്പോൾ മീനൊക്കെ കഴുകിയെടുക്കുന്ന സമയത്ത് ഞാൻ ബ്രേക്ക്ഫാസ്റ്റിന് വേറെ ഒന്നും ഉണ്ടാക്കിയിട്ടില്ല. അപ്പോൾ രാവിലെ വേഗം ബ്രെഡ് ടോസ്റ്റ് ചെയ്തതാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ അതൊന്ന് ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് കുറച്ച് നെയ്യ് ആഡ് ചെയ്തിട്ട്, നെയ്യോ ബട്ടറോ എന്തോ വേണമെങ്കിലും ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ബ്രെഡ് അതിൽ വെച്ചിട്ട് നമ്മൾ നല്ല മൊരിച്ചെടുക്കുന്നുണ്ട്. നല്ല റസ്ക് പോലെ ആക്കിയിട്ടാണ് എടുത്തിട്ടുള്ളത്. പിന്നെ അപ്പോൾ ഞാൻ ആ സമയമായപ്പോൾ തന്നെ നമ്മൾ വെണ്ടയ്ക്ക് നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി അതൊന്ന് മാറ്റി വെക്കാം. അപ്പോൾ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റിന് റെഡി ആവുന്നിട്ടുണ്ട്. ബ്രെഡ് നല്ല ക്രിസ്പി ആയി വന്നിട്ടുണ്ട്. പിന്നെ സ്കൂൾ പോകുമ്പോൾ 8 മണിക്ക് സ്കൂൾ പോകേണ്ടതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ലഞ്ച് ബോക്സൊക്കെ റെഡിയാക്കിയിട്ടുണ്ട്. അതിലേക്ക് ഞാൻ വെണ്ടക്ക ഫ്രൈ ആണ് കൂട്ടാനാക്കിയിട്ടുള്ളത്. ഇപ്പോൾ ചോറൊക്കെ റെഡിയാക്കി വെച്ച് ഇനി മീൻ മസാല ഒന്ന് പുരട്ടിയേക്കണം. മീൻ മസാല പുരട്ടുന്നൊന്നും ഞാൻ കാണിച്ചിട്ടില്ല. അപ്പോൾ മീൻ ഒക്കെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ മാന്തൾ മീനാണ്, വലിയ മാന്തൾ ഉണ്ടാവില്ല, അത് കഷ്ണാക്കി വെച്ചതാണ്. അപ്പോൾ അത് മസാലയ്ക്ക് പുരട്ടി അതൊന്ന് ഫ്രീസ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. ഒരു 10-15 മിനിറ്റ് ഫ്രീസ് ചെയ്താൽ ഒന്ന് മസാലയ്ക്ക് നമുക്ക് ശരിക്കും പിടിക്കും. നമുക്ക് പെട്ടെന്ന് രാവിലെ ടൈം ഉണ്ടാവില്ലല്ലോ. അപ്പോൾ ഒന്ന് ഫ്രീസ് ചെയ്തൊക്കെ, അല്ലെങ്കിൽ ഫ്രീസ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ കറിക്കുള്ള തേങ്ങയൊക്കെ നരച്ചെടുക്കുന്നുണ്ട്. ചെറിയുള്ളി, വെളുത്തുള്ളി, ചെറിയ ജീരകം, തേങ്ങ ഇതിട്ടിട്ട് നന്നായിട്ടൊന്ന് പേസ്റ്റാക്കി അരച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ കറി പിന്നെ കുക്കർ തുറന്ന് അതിലേക്ക് ആവശ്യത്തിലുള്ള വെള്ളം ഒഴിച്ച് അടുപ്പത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ വെണ്ടയ്ക്ക് അതിലേക്കിട്ട് നമ്മൾ തേങ്ങ അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അരച്ച് വെച്ച തേങ്ങ അതിലേക്ക് ഒഴിച്ച് പാകത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കുക. നമുക്ക് എത്ര ലൂസ് വേണമെന്ന് വെച്ചാൽ അതിനനുസരിച്ചുള്ള വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. അപ്പോൾ കറിയൊക്കെ റെഡി ആയി വന്നപ്പോൾ അതൊന്ന് കടുക് പൊട്ടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് കടുക് പൊട്ടിയപ്പോൾ ഞാൻ ഒരു ചെറുള്ളി അരിഞ്ഞ് ഇട്ടിട്ടുണ്ടായിരുന്നു. ചെറുള്ളി മൂത്ത് വന്നപ്പോൾ കറിവേപ്പില ഇട്ടിട്ട് അത് കറിയിലേക്ക് ഒഴിച്ചെടുത്ത്
കറിയൊക്കെ ഇപ്പം ഒന്ന് റെഡിയാക്കി വെച്ച് വറവിട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഇനി ഞാൻ ഒരു ഉപ്പേരി ഉണ്ടാക്കണം, മെഴുക്ക് പുരട്ടി. അതിന് വേണ്ടിയിട്ട് കുറച്ച് ചെറുപയർ വെള്ളത്തിലിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് അതിലേക്ക് കുക്കറിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് അതൊന്ന് വേവിച്ചെടുക്കുന്നുണ്ട്. അതൊരു 3-4 വിസിലടിച്ചാൽ മതി. ഞാൻ ചെറുപയർ ഞാൻ രാത്രി ഒന്നും വെള്ളത്തിലിട്ട് വെച്ചിട്ടുള്ള, രാവിലെയാണ് ഇട്ടിട്ടുള്ളത്. പിന്നെ പച്ചക്കായ അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു, പച്ചക്കായൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി ചെറുപയറൊന്ന് ഒരു 3-4 വിസിലടിച്ച് അത് റെഡിയാകും. അപ്പോഴേക്കും നമുക്ക് മീനൊക്കെ ഒന്ന് പൊരിച്ചെടുക്കണം. അപ്പോൾ അതിന് വേണ്ടി ഒരു പാനിലോട്ട് എണ്ണ ഒഴിച്ചെടുത്തിട്ടുണ്ട്, വെളിച്ചെണ്ണയാണ് ഒഴിച്ചിട്ടുള്ളത്. അതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ടിട്ട് മീനൊക്കെ അതിലേക്ക് ഇട്ടിട്ട് നമുക്കൊന്ന് മീഡിയം ലോ ഫ്ലെയിമിലിട്ടിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ആ സമയമാകുമ്പോൾ കുക്കറൊക്കെ ഞാൻ പെട്ടെന്ന് തുറന്നിട്ടുണ്ട്. പെട്ടെന്ന് ടൈം ഉണ്ടാവില്ല, രാവിലെ എനിക്കും പോകണം. അപ്പോൾ ടൈമില്ലാത്തതുകൊണ്ട് കുക്കറൊക്കെ വേഗം തുറന്ന് അതിലേക്ക് പച്ചക്കായ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ചില്ലി ഫ്ലേക്സ്, അതുപോലെ മഞ്ഞൾപ്പൊടി, പാകത്തിലുള്ള ഉപ്പ് ഇട്ടിട്ട് അത് ഒരൊറ്റ വിസിലിൽ വേവിച്ചെടുക്കാം. ചെറുപയറും പച്ചക്കായൊക്കെ വെന്ത് വന്നപ്പോൾ അതൊന്ന് പിന്നെ വറവിട്ടെടുക്കണം. അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ചെറിയുള്ളി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് അതൊന്ന് ഫ്രൈ ആക്കി എടുത്ത് നല്ല ചുവന്ന കളറാകുന്നവരെ ഒന്ന് വറുത്തെടുക്കണം. എന്നിട്ട് അതിലേക്ക് കറിവേപ്പില ഇട്ടിട്ട് നമ്മൾ വേവിച്ച് വെച്ച പച്ചക്കായും ചെറുപയറും അതിലേക്ക് ഇട്ട് അതൊക്കെ ഒന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ മീനും ഇപ്പോൾ റെഡി ആയി വന്നിട്ടുണ്ട്. ഇനി എനിക്കുള്ള ചോറും ആക്കുന്നുണ്ട്. ഞാൻ വെണ്ടക്ക കഴിക്കില്ല, അതുകൊണ്ട് ഞാൻ പച്ചക്കായും ചെറുപയറും മെഴുക്ക് പുരട്ടിയാണ് ഞാൻ എടുത്തിരുന്നത്. പിന്നെ മീനൊന്നും കൊണ്ടുപോകില്ല.